എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈ മീനാണ്. ഇത് എല്ലാവർക്കും അറിയുമോ എനിക്കറിയില്ല, എല്ലാവർക്കും അറിയാവുന്ന മീനാണ്. ഇത് തേടിൻ്റെ കുഞ്ഞാണ്. തേട്ടും കൂരിയല്ല, കൂരി ഇതിൽ ചെറുതാണ്. ഇത് തേടിൻ്റെ കുഞ്ഞാണ്. നമുക്ക് ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഈ മീൻ, അത്ര ഇഷ്ടമല്ലെങ്കിലും കറി വെക്കും. ഞാൻ നല്ല ടേസ്റ്റായിട്ട് കറി വെക്കും, എല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വെക്കുന്നതാണ് ഈ കറി. എങ്കിൽ പോലും പുതിയ പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളുടെ എല്ലാ കൂട്ടുകാർക്കും അറിയാം ഈ കറികളെല്ലാം. പക്ഷേങ്കിലും പുതിയതായിട്ടുള്ള പഠിത്തക്കാർക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ല രുചികരമായിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. ആദ്യമായിട്ട് ഇത് നന്നായിട്ട് കഴുകണം, തേച്ച് കഴിഞ്ഞ് തൊലി പൊളിച്ചെടുക്കാം. പക്ഷേ അത് ഭയങ്കര പാടാണ്. എൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ, എൻ്റെ മുരിപ്പൊക്കെ എൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മളിത് കല്ലേലിട്ട്, നല്ല പാറക്കല്ലുണ്ടല്ലോ അതേലിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ചതിൻ്റെ തൊലി പുറത്ത് ചെറിയ തൊലിയുണ്ട്. ഈ തൊലി അല്ലാതെ പാട പോലെ ഉണ്ട്. അത് നമ്മൾ ഒരച്ചൊരച്ച് ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് വെട്ടി കൈ കൊണ്ട് കയറും, മുള്ളു പോലെ. അപ്പോൾ നന്നായിട്ട് വെട്ടിയിട്ട് നമ്മളിത് കല്ലേലിട്ട് ഉരച്ച് ഇതിൻ്റെ പുറത്ത് അഴുക്കെല്ലാം തേച്ച് കഴുകി കളയണം. അപ്പോൾ അതേ രീതിയിൽ തേച്ച് കഴുകി കട്ട് ചെയ്ത് ഞാനൊന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് കറി വെക്കുന്നത് കാണിക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് വൃത്തിയായിട്ട് വെട്ടി തേച്ച്, ഇതിങ്ങനെ തേച്ച് ഇതിൻ്റെ തൊലിയെല്ലാം അഴുക്കെല്ലാം കളഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തല നമ്മളെല്ലാം എടുത്തില്ല, അതിൻ്റെ ആ ഊട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി, ഒരു 7-8 ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ഇത് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, ഒരു നല്ല കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പില. നമുക്കത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാവേ. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീനേ ഉള്ളൂ, ചെറിയ മീനാണല്ലോ, 3 ചെറിയ മീനാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ മതി. രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാവട്ടെ. കാരണം ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചതച്ച ഇഞ്ചി, അത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. അതും കൊണ്ടൊന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. ഒന്നിച്ച് കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ 2 ചെറുതായിരുന്നല്ലോ, 3 ചെറിയ. അപ്പോൾ ഇതിനകത്ത് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാനിതിനകത്ത് ഉലുവ ഇട്ടിട്ടില്ല. ഉലുവ നമ്മൾ പൊടിയാണ് ചേർക്കുന്നത് വറക്കുന്നതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ പൊടിയാണ് ചേർക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. ഇത് പച്ചയല്ല. നമ്മളിനി ഇതിനകത്ത് പ്രത്യേകിച്ചൊരു ഇതും കൂടെ ചേർക്കുന്നുണ്ട്. മീനിനകത്ത് അങ്ങനെ നമ്മൾ ചേർക്കാറില്ല. ഇത് തേട്ടും കുഞ്ഞായതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് മതി. പച്ചമുളകുണ്ട്, പിന്നെ ഇപ്പോൾ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ഈ എരിവ് മതി. ഇത്രയും എരിവ് നമുക്ക് മതിയാകും. നമ്മളിനി ഇതിനകത്തേക്ക് നമ്മൾ 2 പുളിയാണ്, 2 കഷ്ണം പുളിയാണ് ഞാനിത് വെള്ളത്തിട്ടത്. അത് ഞാൻ അങ്ങോട്ട്
ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂക്കട്ടെ, ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നമുക്കിങ്ങനെ നമുക്ക് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത്. ഇത്രയല്ല, ഞാനങ്ങനെ ചേർക്കാറില്ല അധികം മുളക് പൊടിയൊന്നും. ഇത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടു, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ഉലുവ ചേർത്തിട്ടില്ലായിരുന്നല്ലോ. ഉലുവപ്പൊടി ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉലുവ ഫുള്ള് ചേർക്കാതെ, മറ്റേ ഞാൻ ഉലുവ പൊടിക്കാത്ത ഉലുവ കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാണ് ഞാൻ മീൻ കറിക്കൊക്കെ ഇടാറ്. ഇപ്പം ഞാൻ ഈ തേടുമീനായതുകൊണ്ട് അതിനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിനോട്ട് ഇതിലേക്ക് ഉലുവ പൊടി ചേർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടുതലായാൽ കഴിക്കും, ഉലുവപ്പൊടിയൊക്കെ കൂടുതലായാൽ കഴിക്കും. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ, മീനൊക്കെ വെന്ത് പറ്റി വരണ്ടേ. അപ്പോൾ നമുക്ക് ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നല്ല കുറുകിയിരിപ്പുണ്ട്, എങ്കിലും ഒരു തുടം വെള്ളം കൂടെ ചേർക്കാൻ പോവാം. അതിനകത്തെ ഒരു തുടം വെള്ളം കൂടെ ചേർക്കാം, മീനൊന്ന് മുങ്ങി നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം മീൻ ഉടയത്തില്ല, നമ്മളിപ്പം മീനിട്ട് ഇളക്കിയാൽ മീനെല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഞാൻ സാധാരണ പറയുന്ന പോലെ നമ്മൾ ഫുൾ അടയ്ക്കരുത്, പകുതി ഇതേ രീതിയിൽ ഇങ്ങനെ തുറന്നിരിക്കത്തക്ക രീതിയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് സിമ്മിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം, നമുക്ക് എത്രത്തോളം വെന്ത് കിട്ടണോ അത് 2, 10, 12, 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് വേവിച്ച് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് സിമ്മിൽ ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അതേ രീതിയിൽ അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി, നല്ല കുറുകിയ ചാറാണ്. അപ്പോൾ ഇതൊരു 10, 25, 30 മിനിറ്റോളം ഇത് വേവിച്ചെടുത്ത് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത്. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, നന്നായിട്ട് മീൻ കുറേ നേരം ഞാൻ വേവിച്ച് പറ്റിച്ചെടുക്കും. അതേ രീതിയിൽ ഇത് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ട്. പുളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. മറ്റുള്ള മീനുകളെ അപേക്ഷിച്ചിട്ട് വേറൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് ഈ മീനിനുള്ളത്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇതോട്ട്. അപ്പോൾ കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പം നമുക്കിത് ഇങ്ങനെ കറക്കിയെടുത്ത് നമുക്ക് കറക്കി വെക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്യുന്നതാണ്, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഈ മീൻ കിട്ടിയപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പുതിയ പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടി ഞാനിത് ചെയ്തതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.